ഒരുപാട് ഇടവേളകൾക്ക് ശേഷം കാലം മറന്ന കഥകളിൽ ഇന്ന് ഒരു പുതിയ കഥയ്ക്ക് തുടക്കം. എന്റെ മനസ്സിൽ, എന്റെ ഭാവനയിൽ, എന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ഒരു കുഞ്ഞു കഥ. സമർപ്പണം ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്കായി, പ്രത്യേകിച്ചും അവഗണിക്കപ്പെട്ടു പോകുന്ന അമ്മമാർക്കായിട്ട്. അവരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ മക്കൾക്കാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ഇന്നത്തെ കഥ. വീടിന്റെ വിളക്ക്. സമയം വെളുപ്പിന് 3 മണി. എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരാതെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒരേ ബെഡിൽ ഉറങ്ങുന്നയാൾ അറിയുന്നില്ല അവൾ ഒറ്റയ്ക്ക് ഉണർന്നിരിക്കുന്നത്. എന്തായാലും ഉറക്കം വരുന്നില്ല. പിന്നെ അവിടെ കിടന്നിട്ടെന്തിന്? അവൾ പതിയെ എഴുന്നേറ്റ് വായനാമുറിയിലേക്ക് വന്നു. എന്തെങ്കിലും വായിച്ചാൽ ഉറക്കം വന്നാലോ? അവൾ പതിയെ ഒരു കഥാബുക്ക് തുറന്നു. അതിലെ വരികളല്ല അപ്പോൾ അവൾക്ക് മുന്നിൽ നിവർന്നത്. പതിയെ പതിയെ ഓർമ്മകൾ അവളെ മൂടാൻ തുടങ്ങി. അപ്പന്റെയും അമ്മയുടെയും ഏട്ടന്മാരുടെയും സ്നേഹം ആവോളം നുകർന്നിട്ടും കോളേജിലെത്തിയപ്പോൾ എന്തോ വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കണമെന്നും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യണമെന്നും വല്ലാത്ത മോഹം. അതങ്ങനെയാണ്. സ്വന്തമായി അടുത്തുള്ളതിനേക്കാൾ ഇഷ്ടം എപ്പോഴും കയ്യെത്താ ദൂരത്തുള്ള ജീവിതമാകും. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതിന് ഭംഗിയും നിറവും കൂടും. തന്റെ ആഗ്രഹം നിവർത്തിക്കുവാൻ ദൂരെ പട്ടണത്തിലെ ഒരു കോളേജിൽ തന്നെ അവൾ അഡ്മിഷൻ എടുത്തു. പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് അപ്പന്റെയും അമ്മയുടെയും ഒപ്പം അവൾ ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടു. മനസ്സ് നിറച്ചും വർണ്ണത്തുമ്പികൾ പാറി നടക്കുകയായിരുന്നു. നാളെ നിറങ്ങൾ നിറഞ്ഞ കലാലയത്തിലെ ആദ്യ ദിനം. കൊതിയോടെ ആ സ്വാതന്ത്ര്യം നുകരാൻ അവൾ കാത്തിരുന്നു. എന്നിട്ടും ഹോസ്റ്റലിൽ അവളെയാക്കി തിരിച്ചു പോകാൻ തുടങ്ങിയ അപ്പനെയും അമ്മയെയും കണ്ടപ്പോൾ എന്തിനോ എവിടെയോ ഒരു നൊമ്പരം. എങ്കിലും പുറമെ പ്രകടിപ്പിക്കാതെ അവൾ അത് ഒതുക്കി. തീരെ പരിചയമില്ലാത്ത സ്ഥലം, കുട്ടികൾ, വാർഡൻ എല്ലാം ഒരു വല്ലായ്മ അവളിൽ വരുത്തി. പക്ഷേ തളർന്നു പോയില്ല. ഞാൻ ഒരിക്കലും തളരില്ല എന്നവൾ മനസ്സിൽ 100 വട്ടം ഉറപ്പിച്ചു പറഞ്ഞു. ഉറക്കം വരാതിരുന്നപ്പോൾ മാതാവിന്റെ കൊന്ത അവൾക്കൊരു തുണയായി. അവിടെ അവൾക്കാകെ പരിചയം, വർഷങ്ങളായി അവൾ ചൊല്ലുന്ന ആ കൊന്തയും, പിന്നെ അമ്മയുടെ കൈകൊണ്ട് അലക്കിയുണക്കിയ മണമുള്ള പില്ലോ കവറും ബെഡ്ഷീറ്റും പുതപ്പും എല്ലാമായിരുന്നു. ഉള്ളിലെ നൊമ്പരത്തിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടാൻ അവൾ ആ തലയിണയിലേക്ക് തന്റെ മുഖം അമർത്തി ആ മണം ഉള്ളിലേക്ക് വലിച്ചെടുത്തു.